ഹായ് പേര് വെച്ച് സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമായിരുന്നു നീലപക്ഷിയുടെ മനോഹരമായിട്ടുള്ള പാഠഭാഗം. ഈ പാഠഭാഗത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. എന്താണ് ആ ചോദ്യം എന്നുള്ളത് നോക്കാം. തുമേ കവിത കാ കോയി ഓർ ശീർഷക് ദേനാ ഹോ തോ ക്യാ ശീർഷക് ദേനാ ചാഹോങ്കെ ഉപയുക്ത ശീർഷക് സോച്ച് കർ ലിഖെ. അല്ലെ, നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാഠഭാഗം തന്നെയായിരിക്കും നമ്മുടെ ഈ നീലപക്ഷിയുടെ ഈ കവിത. അപ്പൊ ഇതിന് അനുയോജ്യമായ മറ്റൊരു പേര് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്തരത്തിലുള്ള പേര് കൊടുക്കും? നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എങ്ങനെ കൊടുക്കാം? നീല കോയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ മറ്റൊരു ചോദ്യമായിരുന്നു, ഈ കവിതയ്ക്ക് ആധാർ പർ ബത്താവോ കി ചിടിയാക്കോ കിൻ കിൻ ചീസോം സെ പ്യാർ ഹേ. അല്ലെ, ഈ കവിതയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മളോട് ചോദിക്കണം. എന്താ ചോദിക്കുന്നത്? പക്ഷി ഏതൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ കവിത നമ്മൾ മനോഹരമായിട്ട് പഠിച്ചതാണ്. അപ്പൊ പക്ഷിക്ക് ഏതെല്ലാം കാര്യങ്ങളോടായിരുന്നു കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു കാര്യം ഫസ്റ്റ് പറയാം. മുജെ അന്യ സെ ബഹുത്ത് പ്യാർ ഹേ. അല്ലെ, നമ്മുടെ ആ പക്ഷിക്ക്, നീലപക്ഷിക്ക് എന്താണ്, ഭക്ഷണത്തോട് അല്ലെ വളരെയധികം പ്യാറായിരുന്നു, ഇഷ്ടമായിരുന്നു. അല്ലെ, അതേപോലെ നമുക്ക് മറ്റൊന്ന് പറയാം. മുജെ വിസൻ സെ ബഹുത്ത് പ്യാർ ഹേ. അതേപോലെ മുജെ നദി സെ ബഹുത്ത് പ്യാർ ഹേ. അല്ലെ, നദിയോടും അതേപോലെ നമുക്ക് ഭക്ഷണത്തോടൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതായിരുന്നു നമ്മുടെ പക്ഷിക്ക്. അല്ലെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആ പക്ഷിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, നമ്മളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ബൈ.